Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. എന്താ ഒരു എനർജി ഇല്ലാത്ത എന്താണ് പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. സുഖത്തിന് ഒരു സുഖൂരാലോ. സുഖാണ്. സുഖം. ഗുഡ്. പ്രസന്റ് ടെൻസ് എല്ലാവരും നോക്കിയായിരുന്നോ? പഠിച്ചോ പ്രസന്റ് ടെൻസ്? പഠിച്ചു. മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായ. അപ്പോ എന്താ പറഞ്ഞിരുന്നേ? ഇന്നും നമുക്ക് പ്രസന്റ് ടെൻസ് നോക്കാന്നല്ലേ പറഞ്ഞേ? നോക്കാം നമുക്ക്. എന്നാല് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പൊ ചോദിച്ചോളൂ. ആരെങ്കിലും ഒരാൾ മലയാളം പറയാ, നമുക്കത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ആരാ പറയാ? മലയാളം പറയൂ ആരെങ്കിലും? അഞ്ജു. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. മനസ്സിലായോ? പ്രസന്റ് ടെൻസ് ഒക്കെ എന്തെങ്കിലും നോക്കിയിരുന്നോ? ക്ലിയർ ആയോ? Yes, ma'am. Clear. ഇപ്പൊ ഡൗട്ടൊക്കെ മാറി അല്ലെ? അതെ മാം. ഒരു മലയാളം സെന്റൻസ് ഒന്ന് പറഞ്ഞേ, പ്രസന്റ് ടെൻസിലുള്ളൂ. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ. എല്ലാവരും പറയൂ. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. I am eating food. ആരെങ്കിലും? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ വെറുതെ ആയിരുന്നു. നിങ്ങൾ എന്തൊക്കെയൊന്നും ഇണ്ടാത്തേ? I'm having food, having my food. Yeah, good. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ ആക്റ്റീവായിട്ട് ഇരിക്കണം. എല്ലാവരും സമ്മതിച്ചിട്ടൊക്കെ പോയി. അത് ഇന്ന് വന്നപ്പോഴും ഇങ്ങനെ തന്നെ. എന്താണ്? എല്ലാവരും ടയേർഡാണോ? ക്ലാസ് കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം ഉണ്ട് എല്ലാവർക്കും. നമുക്ക് എന്തായാലും വേറെ ടെൻസ് നോക്കിയാലോ? ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ രാവിലെ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ എന്താ ചോദിച്ചേ? ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടോ? Yes or no? Yes. പ്രസന്റ് ടെൻസ് എടുക്കണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ടെൻസിലേക്ക് പോകണോ? എന്താ ചെയ്യണ്ടേ? പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ അല്ലെങ്കിൽ ഇന്ന് കുറച്ചുകൂടി എടുക്കണോ? What's your opinion? പറയൂ. പ്രസന്റ് ടെൻസ് എടുക്കണം. എല്ലാവരും എന്താ പറയുന്നേ? എനിക്ക് എന്തായാലും കുഴപ്പമില്ല. രണ്ടുപേര് പറഞ്ഞു. ബാക്കി ആരും മിണ്ടാതെ. എന്താ ചെയ്യണ്ടേ? പ്രസന്റ് ടെൻസ് എടുക്കണം. നമുക്ക് അടുത്ത എന്തോ ജയശ്രീ പറയൂ. കുറച്ച് നമുക്ക് പ്രസന്റ് ടെൻസ് നോക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. ചോദിച്ചല്ലേ ഞാനപ്പോ പറയണ്ടേ?
അപ്പൊ പ്രസന്റ് ടെൻസ് എന്താണ്? നിങ്ങൾക്ക് എന്തായി ഡൗട്ട് ഉള്ളത് പറയുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ മലയാളം പറയൂ. എല്ലാവരും ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കൂ. മലയാളം പറഞ്ഞ എല്ലാവരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പ്രസന്റ് ടെൻസ് എല്ലാ ടെൻസസും വെച്ചിട്ട് പ്രസന്റിലെ 4 ആക്ഷൻസ് വെച്ചിട്ട് എല്ലാവരും ഇംഗ്ലീഷ് സെന്റൻസ് പറയൂ. പറയൂ. എന്തെങ്കിലും പറയുമ്പോ മിണ്ടാതിരിക്കരുത്. ഓക്കെ? I had my lunch. കഴിച്ചു കഴിഞ്ഞോ? അഞ്ചു കഴിഞ്ഞു. അത് പാസ്റ്റ് ആണ് ട്ടോ. പ്രസന്റ് അല്ല. ജിസ്മിക്ക് അവിടെ ഇഷ്യൂ ഉണ്ട്. ക്ലിയർ ആവുന്നില്ല. ഓക്കെ. Then did you had watching my live class? Okay. Then നിങ്ങൾ സംസാരിക്കൂ. മിസ് മലയാളം പറയാനോ? ഞാൻ പറയാം. അവൾ ക്ലാസ്സിൽ നൃത്തം കളിച്ചു. അവൾ ക്ലാസ്സിൽ ഡാൻസ് കളിച്ചു. ആണോ? പറയൂ. അതെ അതെ. ഓക്കെ, ഇംഗ്ലീഷ് പറയൂ. എന്താ പറയാ? She danced in the class. She danced in the class. ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്ത് പറയുമ്പോ എങ്ങനെ വരും? She has dancing. അവൾ ക്ലാസ്സിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരാം? ചെയ്തിട്ടുണ്ട് എന്ന് വരുമ്പോ കംപ്ലീറ്റ് ആയല്ലേ? അത് വരുമ്പോഴാണ് ഷി ഹാസ് വരാം. ഷി ഹാസ് ഡാൻസ്ഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ. Then അവൾ പാട്ട് പാടുകയാണ്. അവൾ പാട്ട് പാടുകയാണ്. എന്താ പറയാ? She is singing. She is singing. Okay, she is singing. വേറെ ഇനി എന്താ? പറയൂ, മിണ്ടാതിരിക്കലേ. ടീച്ചർ അവളെ ക്ലാസ്സിൽ വഴക്കു പറഞ്ഞു. ടീച്ചർ അവളെ വഴക്കു പറഞ്ഞു എന്ന് പറയാൻ പറ്റും. ടീച്ചർ ക്ലാസ്സിൽ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയും. പറഞ്ഞു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ? വഴക്ക് പറയുക എന്നെങ്കിൽ എന്താ പറയാ? Scold. Shout ആണോ? Scold. Teacher scolded. അപ്പൊ സെന്റൻസ് പറഞ്ഞു തന്നാലേ? Teacher scolded her. അത് ശകാരിച്ചു, പിണങ്ങി. നമ്മൾ ടെൻസ് വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് ആണ്. അപ്പൊ എന്താ പറയാ? പിണങ്ങിയിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അഞ്ചു ഒന്ന് പറഞ്ഞു നോക്കിയേ.
The teacher has scolded in the class. അല്ലേ? The teacher has scolded in the class. Okay. Okay. അല്ല ടീച്ചർ അവളെന്ന് പറയണ്ടേ? അപ്പൊ the teacher has scolded her എന്ന് വേണ്ടേ? Sorry. The teacher has scolded her in the class. Correct. വേറെന്താ? പറയൂ. ഞാൻ യാത്ര ചെയ്യുകയാണ്. നവ്യ ഫുള്ള് കണ്ടിന്യൂസിലാണല്ലേ? ഓക്കെ, പറയൂ. ഞാൻ യാത്ര ചെയ്യുകയാണ്. നവ്യ പറയൂ. I am traveling. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും അല്ലേ? I'm traveling to anywhere or somewhere. Yeah, okay. അവൾ സ്കൂളിൽ പോവാൻ ഒരുങ്ങുകയാണ്. ഇപ്പൊ പറയൂ. He is getting ready to go to school. അവൻ എന്നല്ല പറഞ്ഞേ? അവര്. അവരാ. They are getting ready. അവൾ. She is getting ready to go school. Yeah. She's getting ready to go to school. Yeah, correct. Okay. So, do one thing. Tell about my class. What's your opinion about my class? Tell in English. പറയൂ. എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലാസ് കുറച്ചുകൂടെ നന്നാക്കാനുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ഇങ്ങനെ പോയാൽ കൊള്ളാം മിസ്സേ, നമുക്ക് ഇങ്ങനെ പഠിച്ചാലോ, മിസ് അങ്ങനെ ചെയ്ത് ശരിയല്ല. What's your opinion? Say it in English. ആരാ പറയാം? അത് ഒരു പ്രസന്റ് ടെൻസ് ആണ്. മനസ്സിലായോ? നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താ പറയും. സോ പറയൂ. ഖദീജ എന്നല്ലേ പേര്? ഖദീജ നസ്രീൻ. Yes, ma'am. Yes. Start again. Start now. Yeah, your teaching is good actually. But most of them don't like English class because it's grammar, it's boring. Everyone knows that. You also know that. I don't know about you, but most of them, it's boring, grammar. It's not just your class. Even if it is another teacher also, grammar is boring for me in my case. So you're teaching in the right way. I like your class, and I like how you interact with us. You are explaining each and everything
in detail. Yeah, good. That's all. Any other negative opinion? I don't have any negative things to say because grammar is like this. We can't, just over explain. You are explaining in the correct way. I can understand your class. Yeah. Okay. Good. Thank you. Who's the next? Shibina. How to know? How to know, teacher? I think you say my name. How to know? Your class is very no now you teaching, we interact with you is very interesting. I also thinking what I say, and I try to be say sorry. Then your class is very nice. I like that. Opinion. Okay, opinion. I need opinion. Okay. The no Suggestion. how um I don't know how to give opinion, but your class is very nice. Because you interact with our we can't you so you boy. പറയൂ ഫ്ലോയിൽ പറഞ്ഞോളൂ. uh, other I don't know other one, but me I try to speak English, and you asking to something I try to speak English without unmute most of the time. So you interact with the our we interesting to see. And Shibina. Cooler. Yeah. First, you stay calm. Cooler. ടെൻഷൻ അടിക്കല്ലേ? എന്തൊരു ടെൻഷനാ. ടെൻഷൻ അടിക്കാതെ പയ്യെ സംസാരിക്കൂ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. പതുക്കെ സ്ലോലി. ഓക്കെ. ഒന്ന് ആലോചിച്ച് പതുക്കെ സംസാരിച്ചു നോക്കിയേ ശിവന. okay. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പയ്യെ സ്പീഡ് കൂട്ടും. അപ്പൊ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ എല്ലാം പോകും. സോ പയ്യെ സംസാരിക്കും. എന്നാൽ അതിൽ നിന്ന് പതുക്കെ സ്പീഡാവും. തുടങ്ങൂ ഷിബിന, പറയൂ. ഒരു കാര്യം, ഷിബിന റെസ്റ്റ് എടുക്കും, ഞാൻ വിളിക്കാം. Then Okay. നവ്യ. Navya, can you hear me? Are you there? Jayashree. കുറച്ച് പ്രയാസമാണ്. ജയശ്രീ വെയിറ്റ്. നവ്യ, പറയാൻ ബുദ്ധിമുട്ടാണോ? ഐ മീൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണോ? സംസാരിക്കാൻ ബുദ്ധിമുട്ടാണോ? അതോ ഇറ്റ്സ് ഓക്കെ, എന്നാലും പറയാൻ ശ്രമിക്കൂ. ഓക്കെ, അടുത്ത ഞാൻ നവ്യനോട് ചോദിക്കും, പ്രിപ്പയർ ചെയ്യാം. Then Jayashree, tell me about my class. Do you have any suggestion? Ma'am, how can I explain your teaching? I am very weak in English. I will try. You are good teaching, and how can I explain your teaching? I'm very weak in English. That next class I am explaining. Okay, ma'am. അടുത്ത ക്ലാസ്സിലോ? ഇപ്പൊ പറയോ? ഓക്കെ, ജയശ്രീ മലയാളത്തിൽ പറഞ്ഞേ.
എനിക്ക് ഒരുപാട് ഇത് വരും മാഡം. കുഴപ്പമില്ല മാഡത്തിന്. അല്ല പിന്നെ ടീച്ചറിന്റെ ആദ്യത്തെ ചിരി കൊണ്ട് തന്നെ ഞങ്ങളെ വീഴ്ത്തും. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മാഡത്തിന്റെ ടീച്ചർ എന്താ പറയാ, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് പോയാൽ മതി. കാരണം എല്ലാവർക്കും ഗ്രാമറിനകത്തോട്ടുള്ള ഒരു ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ കൂടുതൽ ഗ്രാമർ പഠിക്കാൻ. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എനിക്ക് സത്യം പറഞ്ഞ ഗ്രാമർ പഠിക്കുന്ന ഇഷ്ടമല്ല, ഉള്ള സത്യം പറയാം. പിന്നെ എനിക്ക് പഠിക്കണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ കേറുക, എങ്ങനെയും പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ഇത് വെച്ച്. അല്ല, എനിക്ക് സത്യം പറയാം, എന്റെ കാര്യം എനിക്ക് ഇഷ്ടമല്ല ഗ്രാമർ പഠിക്കുന്നത്. പിന്നെ അല്ലാതെ ഗ്രാമറിനൊക്കെ എനിക്ക് മാർക്ക് കുറവായിരുന്നു 10ാം ക്ലാസ് തൊട്ടേ. പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് അങ്ങനെ 10ാം ക്ലാസ്സിലൊക്കെ ഡിസ്റ്റിങ്ഷൻ മേടിച്ചതാണ്. ഇംഗ്ലീഷിന് വളരെ വീക്കായിരുന്നു. പിന്നെ എനിക്കിഷ്ടമല്ല. പിന്നെ വീട്ടുകാരുടെ ബഹളം കൊണ്ടും വഴക്ക് കൊണ്ടും ഒക്കെ ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തതാണ്. പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര സംസാരിക്കാനൊക്കെ ആണെങ്കിലും ഒത്തിരി നാളായി. ഞാനിപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ 10-15 വർഷമായി. അപ്പം ഇംഗ്ലീഷിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഒരു ജോലി വേണമെന്നുള്ള രീതിയിൽ കയറിയതാണ്. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ പറയുന്നത് കൊണ്ട്. ടീച്ചറിന് കുഴപ്പമില്ല. ടീച്ചർ ഗ്രാമറിനോടുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ട് സംഭവിക്കുന്നല്ല. ടീച്ചറിന് ഇഷ്ടമില്ലായിരിക്കും. ടീച്ചറിന്റെ പഠിത്തം നല്ലതാണ്. അത്രയും മതിയോ ടീച്ചറെ? ഓക്കെ, ഗ്രാമർ ആർക്കും പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ അത് ഇഷ്ടത്തോടെ പഠിച്ചാല് ഏറ്റവും നല്ലതാണ്. മനസ്സിലായോ? നമുക്കത് മനസ്സിലാവാത്തോണ്ടാണ് ഈ ഗ്രാമർ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എല്ലാവരും. നമുക്കത് മനസ്സിലാവുന്നില്ല ശരിക്കും. അതാണ് നമ്മൾ പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി. ഗ്രാമർ വളരെ സിമ്പിളാണ്. ആ ഗ്രാമർ പഠിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ കൺഫ്യൂഷനേ വരില്ല. നിങ്ങൾ വിചാരിക്കത്തില്ലേ സംസാരിച്ച് തെറ്റോ? ആ തെറ്റോ എന്നുള്ള ചിന്ത പോലും ഈ ഗ്രാമർ പഠിച്ചാൽ മാറും. ഫസ്റ്റ് ടെൻസ് എന്തായാലും മസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പറയും സംസാരിക്കുമ്പോ നമുക്ക് ഗ്രാമറിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് ഗ്രാമർ അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. മനസ്സിലായോ? നമുക്കത് മനസ്സിലാവോ, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാണല്ലോ, തെറ്റ് വരാൻ ചാൻസ് ഇല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നാൽ ആ ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ ഗ്രാമർ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ആരാ പറയാ? ബിൻഷാ. Yes, ma'am. Tell me about my class Kelkavo. in English. Oh, okay, ma'am. Can you hear me? Of course. Your class is good, but sometimes I can't answer your questions. English grammar is boring to me. But I try to learn English. I don't have any suggestions of your class. You are a good teacher. കഴിഞ്ഞോ? ഇത്രയുള്ളോ? Yes, finish, ma'am. ബിൻഷ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. കീപ് ഗോയിങ്. Thank you, ma'am. കുറച്ച് കോൺഫിഡൻസ് കിട്ടി. ഇനി സംസാരിക്കാം അല്ലേ? ഓക്കെ, അഞ്ജു. Hi, ma'am. ഹായ്. Ma'am, for me, I can understand your class now. The way now you teach, I like. I like the more when you start interacting with us. I like the class when you start interact with us. That's all. I don't have any suggestion. Okay, don't have any suggestion. Yeah. ഓക്കെ, സംസാരിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, പിന്നെ ആരാ? ഷിബിന. Yes, തുടങ്ങിക്കോളൂ. your class is very nice. Also, grammar is very boring. But now I am interested to listen your class. And starting, I afraid to speak or the answering
sorry, question, any question asking to you, I afraid, but now is free. I totally free. you know, you interact with our side is very free, not not very uh, when we talk any wrong, you you never bothered. So we can't we can't we never bothered. What I You can say anything to me, okay? I'm not bothered about that. Then, കഴിഞ്ഞ ഷിമിന. yeah, now I prepare this much. Yeah, ഇപ്പൊ എങ്ങനെ എന്ത് തോന്നി? ആദ്യത്തെക്കാളും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തില്ലേ ഇപ്പൊ? ഇല്ലേ? Yeah, അത്രേ ഉള്ളൂ. Okay. നവ്യ. Okay. Yeah, okay. നവ്യ. Yes, ma'am. നവ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് ഞാൻ എല്ലാവരോടും ഒരു കാര്യം ചോദിക്കുകയാണ്. ആരെങ്കിലും പറയുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും കളിയാക്കോ? കളിയാക്കോ? ഇല്ല, മനസ്സിലാക്കാനല്ലേ ശ്രമിക്കണം. എന്തിനാ പറയണേന്ന് കേക്കണ്ടേ? കളിയാക്കിക്കൊണ്ടിരുന്ന സമയം കിട്ടൂല. ചിരിക്കുവായിരുന്നു. കളിയാക്കി ചിരിക്കോ, കുറ്റം പറയോ, ഒന്നും ചെയ്യില്ലല്ലോ? ഇല്ല മാം, നോ മാം. ഓക്കെ. നവ്യ. Yes, ma'am. കേട്ടല്ലോ? ആരും അറിയില്ല. നവ്യ ധൈര്യമായിട്ട് പറഞ്ഞു. സംസാരിക്കുന്ന നവ്യ. Ma'am, I trying in English speech. പറയൂ. Ma'am, ഒരു ഫ്ലോ കിട്ടുന്നില്ല, അതാണ് സത്യം. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞേ. മാമിന്റെ ക്ലാസ് എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടത്. പക്ഷെ വെച്ചാല് ഗ്രാമറിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് വേഗം മനസ്സിലാവാം. എന്റെ ക്ലാസ് നവ്യക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് അല്ലെ? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ സ്റ്റക്കായോ? ഇല്ല, കേൾക്കുന്നുണ്ട്. പറയൂ എന്നാല്. മണി ഐ ലൈക്ക് യുവർ ക്ലാസ് എന്ന് പറഞ്ഞു തുടങ്ങുമോ? സ്റ്റാർട്ട് ചെയ്യൂ. ആ ഒരു ഫ്ലോ കിട്ടുമോ നോക്കി. ഐ ഡോണ്ട് ലൈക്ക് യുവർ ക്ലാസ് എന്ന് പറഞ്ഞു തുടങ്ങും. നോക്കൂ, ട്രൈ ചെയ്യൂ നവ്യ, ട്രൈ ചെയ്യൂ. ഐ ലൈക്ക് യുവർ ക്ലാസ് മാം. എന്റെ ക്ലാസ് ഇഷ്ടമാണ്. നവ്യക്ക് എന്ത് തോന്നുന്നു? നവ്യക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? Yes, I am trying. You should try. Okay. പറഞ്ഞു പോരട്ടെ, സ്റ്റക്കാവല്ലേ? നോക്കൂ, ട്രൈ. നവ്യ പ്രിപ്പയർ ചെയ്യോ? കുറച്ച് കഴിയുമ്പോ ഞാൻ പറയാം. Yes, ma'am. 5 minutes. You can prepare. Then Jismi. Yes, ma'am. Jismi. Yes. Try ചെയ്യാട്ടോ. Try ചെയ്താൽ മതി. First time I am not interested to attend your classes because of grammar. Now onwards, I am interested because of this conversation. Your class is very good. I am
I can understand. Any, do you have any opinion about my class? Jasmine, Yes, ma'am. Sorry. Hello. Okay. Correct. Both the students are correct. Yeah, Jasmine. Yes, ma'am. പറയുന്നത് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. Yeah, okay, sorry. Next one. Who's the next one? Jasmine, you take it. Jane Anthony. Jane Anthony, are you there? Yes, ma'am. Yes, continue. Can start now. Your teaching style is super. That's all. പിന്നെ I can understand your class when I listen your class. Sometimes I get bored. Then I not listen your class. Then I can understand anything. When I listen your class, I can understand your class very well. So your class is super. Suggestion? Any suggestion? Any opinion? No, ma'am. This way, nice, super. Continue this method, teaching method. Endo? This method is very nice, and so you continue this method. Are you enjoying my method? The way of teaching? Yes, ma'am. Basically, I'm a teacher, B.Ed. So I can, your teaching skill, I can super. So I say your teaching style is super. Yeah, thank you. Thank you for the compliment. Thank you. Yeah. Okay, miss. Thank you. Yeah, okay. Any other? Adira Chandra. Adira. Yes, ma'am. Yes. Speak up. Ma'am, your way of teaching is good, especially interaction with us. But I don't like grammar, like everyone said. But now I understand because each phrase you explain very well. Yeah. And you are like a friend to us now. That's enough, ma'am. Okay, can you? Yes, ma'am. Yes. ആർക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ലേ? നെഗറ്റീവ് അല്ലെങ്കിൽ സജഷൻസ് ഒന്നുമില്ല? Yeah. Then Jumana Jamshid. Jumana. Hi, ma'am. Hi. So you can tell me about my class? The way you teach us is very good. I understand your class. In the beginning, I felt some difficulties, but nowadays it's all right. I could understand the way you were teaching.
and also I can follow the way you are teaching. And I have some confusions in tenses in past days. Nowadays, it is all right. I feel good. Yeah, good. Kavya, Kavya, it's your turn. Kavya, Yes, ma'am. yeah, speak up about my class. Your class is nice, but some class I could not understand. Then I mm, hearing the recorded class. Can I watch? Then I hear the recorded class. Then some classes I am really um, to continue this. Yeah, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. Net issue, ma'am. And I was I am understand this class, but grammar is So difficult. Yeah, okay. your class is nice, ma'am. Okay, കഴിഞ്ഞു. Kavya? കഴിഞ്ഞു. Okay. Then Revati, Susila. Revati. Yes, ma'am. Yes. Yes, ma'am. Your class is now it's good. Honestly saying, because when it comes interactions now, it will more. Sorry, it is more interesting now. The past days we are not in interacting, or we are not in the interactions. That's why we say we were not interested in your class. In the prepositions, conjunctions, that's the that classes we were not interested. That will be little bit speed. I think so. I don't know what rest of their opinion. But now interactions are coming. That I think I feel it's good, and I can understand your class now. Yeah. Yes, no other opinion about from my side. Yeah. It's good. Now it's good. I can understand. I can follow your class. Thank you. Okay. Good. Sindhu. Sindhu R. Hi, ma'am. Now I am joining the class, ma'am. Our class is good, ma'am. Then I am not interested grammar, but I like you, but I don't like grammar, ma'am. Then you are hi-fi English, ma'am. You are teaching, but we are learning LKG, UKG like that, now. Correct, no? Correct ആണോ ഇല്ലെന്നല്ലേ പറയൂ. That is the problem. Means your words, no, ma'am. That using high-fi level,
but we are studying just LKG, UKG type. That is the one point, ma'am. I understand. I don't understanding, ma'am. Yeah. Then, like, ma'am, your class. Thank you, ma'am. Good, ma'am. Yeah. സിന്ധുവിന് ഇപ്പൊ ടെൻസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ല. That is tense, no, ma'am. Some words. Some words. Some words. You using speedily, no, ma'am. What your example കിട്ടുന്നില്ല. Just one words. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാവാത്തത്. മാം മെല്ലെ പറഞ്ഞാല് അത് അണ്ടർസ്റ്റാൻഡ് കീപ്പ് ചെയ്യാൻ നമുക്ക്. മാം യൂസിങ് ഹൈഫൈ ഇംഗ്ലീഷ്. ഞങ്ങൾ പഠിച്ചോണ്ട് വരുന്നതല്ലേ. അപ്പൊ ഇപ്പൊ മാം സഡൻലി എന്തെങ്കിലും ഒരു വേർഡ് പറയുമ്പോ അത് ജസ്റ്റ് കുറെ ഹൈഫൈ യൂസ് ചെയ്ത പോലെ ആവും. നമ്മളെങ്കിൽ എന്താ പറഞ്ഞാൽ ആക്ഷൻ. മാം അത് ആക്ഷൻ യൂസ് ചെയ്യുമ്പോ ആക്ഷൻ മാം യൂസിങ് ഹൈഫൈ. ഞങ്ങൾ ഇപ്പോഴും LKG, UKG സ്റ്റുഡന്റ് അത്ര തന്നെ, അങ്ങനെയാണ്. നോ പ്രോബ്ലം. ഗുഡ് മാം. നൈസ് ക്ലാസ് മാം. ഗുഡ് ക്ലാസ് മാം. സിന്ധു, അപ്പോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ അപ്പൊ തന്നെ പറയണം, മാം ഒന്ന് സ്പീഡ് കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ ഓക്കെ പറയണം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ടൈം ഞാൻ ടെലിംഗ് മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. Shanha Sherry. Shanha. Hi, ma'am. പൊട്ടത്തെറ്റായിരിക്കും. പൊട്ടത്തെറ്റാണെങ്കിലും പറയണം. Okay. Your class now more improved and interested. And on old English class, remember is boring because grammar very boring. But now interesting and interactive class. Then grammar is not accept my brain and confusing. തലേ കയറുന്നില്ല. And interaction class is more improving. We are English, so speaking skill and grammar. Thank you, miss. Thank you. Okay, good. Next, Unnimaya. Hi, ma'am. So it is friends. It's me. Okay. Yeah, hi, Unnimaya. Tell me. തെറ്റാണെന്ന് അറിയത്തില്ല. തെറ്റാണെന്ന് വിചാരിക്കാം. തെറ്റാണ്. നീ പറയൂ. You are teaching very nice. English not interesting topic. I don't like English. No, I like English. Then vaccine class very good. അത്രേ ഉള്ളൂ. അത്രയും പോരാ, കുറച്ചുകൂടെ വേണം. Understand this class? No, I can understand this class. Okay. Thank you. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. Yeah, okay. Next, Surya Soman. Hello, ma'am. Hello. I liked your class since you started interacting with us. I like the way you speaking. For me, grammar is too difficult to learn. I am very much afraid to speak in English. അത്രേ ഉള്ളൂ മാം. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ വേണം. ക്ലാസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ പറയൂ. എന്താ പറയാ? ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോ ശ്യാമിലി.
No. Shamanila? Next. Sajina. Sajina Shihab. Yes, ma'am. Yes. Your class is very nice. I try to learn in English. I'm not interested grammar, but I can understand your class. You are a good teacher. Thank you. Madi, ma'am. Madi. Okay. Then, ഇനി ആരാ? ഹന്ന. ഹന്നാന്ന് വിളിച്ചതോടെ ഹന്ന പോയി. അരുണിമ. Hi, ma'am. Yeah, hi. I don't know how to tell about us, but I don't like grammar. But your class is very nice. No one likes grammar. Yeah, I can continue. Even the teachers from my school said grammar is boring. Yeah, continue, Arunima. But now I'm interested with your class. And ഇത്രയും പോരെ മിസ് എനിക്ക് അറിഞ്ഞൂടാ. It's very nice and മിസ് നന്ദി മിസ് ബാക്കി അറിഞ്ഞൂടാ. Okay. ഇനി ആരെങ്കിലും പറയാത്തുണ്ടോ? ആരെങ്കിലും? ഞാൻ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ഔസേഫ് ആന്റണി. പേരെന്താണ്? ഔസേഫ് ആന്റണി. കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ? നോ, ഇല്ല. ഓക്കെ, എല്ലാവരും സംസാരിച്ചു. എന്ത് തോന്നുന്നു? കോൺഫിഡൻസ്. ഓക്കെ, ഇനിയിപ്പോ എന്റെ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. ടെൽ മീ അബൌട്ട് യുവർസെൽഫ് after you speak up. I feel relaxed. Then എന്ത് തോന്നുന്നു? മലയാളത്തിൽ പറഞ്ഞോ, ഇംഗ്ലീഷ് പറയണ്ട, മലയാളത്തിൽ പറ. എന്ത് തോന്നുന്നു? പറയുന്ന ടൈമിൽ നല്ല വിറയുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. പറയാൻ പേടിയാണ് ചില സമയത്ത്. പക്ഷെ ഇങ്ങനെ സംസാരിച്ചാൽ അത് മാറുമെന്ന് തോന്നുന്ന എന്റെ അഭിപ്രായം. തോന്നലല്ല, അതാണ് സത്യം. മാറും. ഓക്കെ മാം. മാം ആക്ച്വലി എനിക്ക് മലയാളം കൂടി അറിയില്ല മാം. ഐ എം നോട്ട് ഇൻ മലയാളി, ഐ എം കർണാടക. ദാറ്റ് ഈസ് ദ പ്രോബ്ലം മാം. മാം മലയാളത്തിൽ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവൂല പെട്ടെന്ന്. ഐ എം നോട്ട് മലയാളി, ഐ എം കർണാടക ഇൻ മാംഗ്ലൂർ. That is the main problem, ma'am. Okay. But I listen carefully for your grammar class, ma'am. Yeah. അതെ, സിന്ധു മലയാളി അല്ലാന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. പൊതുവെ മലയാളികള് കുറച്ച് സ്പീഡ് ഉണ്ടാവും അല്ലേ? ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മൾ മലയാളം കുറച്ച് സ്പീഡിലല്ലേ അല്ലേ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും സിന്ധുവിനൊന്നും ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പറഞ്ഞാൽ മലയാളം ബുദ്ധിമുട്ടാവുന്നുണ്ട് ക്യാച്ച് ചെയ്യാന്. അതിന്റെ നടുക്ക് കൂടെ ഇംഗ്ലീഷും കൂടി ബുദ്ധിമുട്ടാവുമ്പോ രണ്ടും കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് ഇതായി പോവാ. അപ്പൊ ഞാൻ മാമിന്റെ ചില സമയം ചോദിക്കുന്നുണ്ട്, പ്ലീസ് റിപ്പീറ്റ് മാം വൺസ് മോർ മാം പറഞ്ഞിട്ട്. അപ്പൊ മാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് എന്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നലാ, അയ്യോ എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ പറഞ്ഞിട്ട്. ബട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനത് മനസ്സിലാവും, പറഞ്ഞ ഓരോ മലയാളികളല്ലേ.
ഓക്കെ That is ക്ലാസ് മുതൽ നമുക്കത് ശ്രദ്ധിക്കാം. okay, ma'am. Okay. Thank you. നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്താലോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ക്ലാസ് എങ്ങനെയുണ്ട്? ഹാപ്പി ആണ് എല്ലാവരും? കോൺഫിഡൻസ് ആയി കുറച്ചെങ്കിലും അല്ലേ? Yeah. Okay. Let's find out today's class. Thank you all. Thank See you. you next Thank you, time. Miss. Thank you.